Hi friends, welcome to my channel. ഇന്ന് ഷെയർ ചെയ്യുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്ക് റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 മുട്ട എടുത്തിട്ട് ഒരു ബൗളിലേക്ക് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വിസ്ക് ചെയ്തിട്ടെടുക്കാം. പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞു കിട്ടുന്നവരെ നമുക്കിതൊന്ന് വിസ്ക് ചെയ്തിട്ടെടുക്കാം. ഇങ്ങനെ ചെയ്യുന്നതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മിക്സി ജാറിൽ 2 മുട്ടയും 1/2 കപ്പ് പഞ്ചസാരയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. ഇപ്പം ഞാനിത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും ഇതെല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ടെടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/4 കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ വറുത്ത റവയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഒരു വിസ്ക് വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഈ മുട്ടയിൽ ഇതെല്ലാം നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. മൈദ കുറേശ്ശെ ഇട്ടിട്ട് വേണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാൻ. ഇപ്പം ഞാനിതിൽ പകുതിയോളം മൈദ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ള മൈദയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. മാവ് ശരിക്കും ഒന്ന് തിക്കായി കിട്ടുന്നവരെ നമുക്ക് മൈദ കുറേശ്ശെ ചേർത്തിട്ട് ഇതേപോലെ തന്നെ മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇപ്പം ഞാൻ 1/2 കപ്പ് മൈദ ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതേപോലത്തെ ഒരു തിക്ക് ബാറ്ററാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ഇവിടെ നമ്മളെ പലഹാരത്തിനുള്ള മാവ് തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു നുള്ള് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും നന്നായിട്ടൊന്ന് വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഇതാ ഇവിടെ നമ്മളെ മാവ് പെർഫെക്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇതേപോലത്തെ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് ആവശ്യം. മാവ് ഒട്ടും ലൂസാവാൻ പാടില്ല, ഇത്ര തിക്നെസ് വേണം. അപ്പം ഇനി നമുക്കിത് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിൽ ഓയിൽ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിത് ഫ്രൈ ചെയ്തിട്ടെടുക്കാൻ. ഇനി ഇതിൻ്റെ 2 ഭാഗവും നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നവരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ആവുന്നവരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ ഇത് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിത് ഓയിലിൽ നിന്ന് കോരിയെടുക്കാം. ഇനി ബാക്കിയുള്ള മാവും ഇതേപോലെ തന്നെ ഓയിലിലേക്ക് കോരി ഒഴിച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. വളരെ ഈസി ആയിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ചിട്ട് ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാൻ. എന്നാലേ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ ശരിക്കും വെന്ത് കിട്ടുള്ളൂ. അപ്പം ഇനി നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഈ ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പുറം ഭാഗം നല്ല ക്രിസ്പിയും ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല രുചിയുള്ളൊരു സ്നാക്കാണ്. ഈ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സും സജഷൻസും ഒക്കെ എന്നെ കമൻറ്റ് ബോക്സിൽ കൂടി അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയുടെ കൂടെ ഷെയർ ചെയ്യാനും മറക്കരുത്.